ഓസ്കാർ നോമിനേഷൻ നേടിയ ട്യൂണേഷ്യൻ ഡോക്യു ഡ്രാമ ദി വോയ്സ് ഓഫ് ഹിന്ദ് രജബിന് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചതായി റിപ്പോർട്ടുകൾ. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയെന്ന് കാണിച്ചാണ് നടപടിയെന്ന് വിതരണക്കാർ ആരോപിച്ചു. രശ്മി ജയദാസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകാനായി. രശ്മി, ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമാണ്. പ്രദർശനാനുമതി നിഷേധിക്കാൻ കാരണം എന്താണെന്നാണ് പറയുന്നത്. ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ജീന, ട്യൂണേഷ്യൻ സംവിധായികയായ കൗത്തർ ബിൻ ഹാനിയ സംവിധാനം ചെയ്ത ഡോക്യു ഡ്രാമയാണ് ദ വോയ്സ് ഓഫ് ഹിന്ദ് രജബ്. നിലവിൽ ചിത്രത്തിന് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്ത്യയിലെ വിതരണക്കാരാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായി സെൻസർ ബോർഡിൽ നിന്ന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ സിനിമയ്ക്ക് വിലക്ക് ലഭിച്ചിരിക്കുകയാണെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഏപ്രിൽ 15-നാണ്, ഈ വരുന്ന ഏപ്രിൽ 15-നാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഓസ്കാർ അടക്കമുള്ള പല നോമിനേഷനുകളും ലഭിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ ചിത്രമാണ് ദ വോയ്സ് ഓഫ് ഹിന്ദ് രജബ് എന്നത്. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയുമെന്ന് ആരോപിച്ചാണ് നിലവിൽ ചിത്രത്തിന് ഇത്തരൊരു വിലക്ക് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നതെന്നാണ് വിതരണക്കാർ പറയുന്നത്. ഹിന്ദ് രജബ് എന്ന ഗസയിലെ ഹിന്ദ് രജബ് എന്ന പെൺകുട്ടിയുടെ ജീവചരിത്രം ആസ്പദമാക്കിയ സിനിമയാണ് കൗത്തർ ബിൻ സംവിധാനം ചെയ്ത ഈ ഡോക്യു ഡ്രാമ. ചിത്രത്തിൽ ഈ കുട്ടി ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ആംബുലൻസുകളിൽ വെച്ച് റെഡ് ക്രസന്റ് പ്രവർത്തകരോടൊപ്പം ഈ കുട്ടിയെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ചിത്രത്തിന് ഓസ്കാർ നോമിനേഷൻ അടക്കം പോയ ഈ ചിത്രം നിലവിൽ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നതിന് അനുമതിയില്ല. അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുമെന്ന് ആരോപിച്ചാണ് നിലവിൽ ചിത്രം ഇന്ത്യയിൽ രശ്മി, ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയെന്ന് കാണിച്ചാണ് നടപടിയെന്നാണ് വിവരം. വിശദാംശങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും രശ്മി ജയദാസ് നൽകിയത്.